സാർ ഒരു സംശയം ചോദിച്ചോട്ടെ, മെനപ്പോസിന് ശേഷമുള്ള ബ്ലീഡിങ്ങിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? മെനപ്പോസ് എന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50 മുതൽ 52 വയസ്സ് വരെയാണ് ഈ ആർത്തവ വിരാമത്തിൻ്റെ സമയം. അപ്പോൾ ഇതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് നമ്മൾ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പം ബ്ലീഡിങ് ഉണ്ടാകുന്ന ചില രോഗികളിൽ ഇത് നമ്മുടെ ജെനൈറ്റൽ ക്യാൻസർ, അതായത് നമ്മുടെ ഗർഭാശയം, ഓവറി, ഗർഭാശയമുഖം, ഇതിൻ്റെയൊക്കെ ക്യാൻസറുകളുണ്ട് ഈ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ നമ്മൾ വിശദമായ പെർസ്പെക്കുലം, പെർവെജനൽ എക്സാമിനേഷൻ, അൾട്രാസൗണ്ട് സ്കാനിങ്, ഉള്ളിലേക്കുള്ള സ്കാനിങ്, MRI സ്കാൻ, പിന്നെ ചില പേഷ്യൻസിന് എക്സാക്ട് കാരണം കണ്ടുപിടിക്കാൻ നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി, DNC തുടങ്ങിയ പരിശോധനയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കോമൺലി 1% ആൾക്കാരിൽ ഇത് ജെനൈറ്റൽ ക്യാൻസർ, അതായത് ഗർഭാശയമോ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസറിൻ്റെയൊക്കെ ലക്ഷണമായിട്ട് ഈ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് കാണാറുണ്ട്. അപ്പോൾ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ പ്രായത്തിലുള്ള അമ്മമാരായിരിക്കും ഇത് ഉണ്ടാകുന്നത്. നിങ്ങളാരും ഇത് വെച്ചുകൊണ്ടിരിക്കരുതും. അപ്പോൾ തന്നെ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്യാൻസർ ഉണ്ടാകത്തില്ല, ചെറിയ ശതമാനം ആൾക്കാരിൽ മാത്രമേ ഇത് ക്യാൻസറായിട്ട് കാണാറുള്ളൂ.